ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എനിക്ക് റീച്ച് കൂട്ടാനോ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒരു സോഷ്യൽ അവയർനെസ്സിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മല്ലു ഫാമിലിയിലെ നിതാ സുജിൻ പുള്ളിക്കാരിൻ്റെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാനും ഒരു കോൺവെക്കേഷൻ ഡ്രസ്സിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചു. എൻ്റെ ഫ്രണ്ടിനുണ്ടായിട്ടുള്ള പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം വെച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ കഥ പറയാൻ പോകുന്നത്. കഥയല്ല, നടന്നൊരു സംഭവമാണ്. നിതാ സുജിൻ്റെ കോൺവെക്കേഷൻ ഡ്രസ്സിലുള്ള കാര്യങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയാസിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അവൾ. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് ആ കുട്ടി. എനിക്ക് പറയാനുള്ള ഇത്രയാണ്, നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റി നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക, നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റി പറയാതിരിക്കുക. നിതാ സുജിൻ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുഞ്ഞു 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 കടകൾ പോലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സുലഭമായിട്ടുണ്ട്. അവിടെയൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ വാല്യൂഡ് അല്ല, അപ്രൂവ്ഡ് അല്ല. പല കുട്ടികൾക്കും ഇതിന്ന് അറിയത്തില്ല. +2 കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും നമുക്ക് എന്താ ഇന്ന ജോലി കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഹൈ സാലറിയുള്ള ജോലി കിട്ടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് എല്ലാവരും ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് +2 കഴിഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള നിതേനെ പോലുള്ള ആൾക്കാരുകൾ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ദയവ് ഇത് പറയാതിരിക്കുക. ഒരുപാട് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളും അതുപോലെ തന്നെ ഇതുപോലെ നിലവാരമില്ലാത്ത പല കോഴ്സുകളും ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഉണ്ട്. എന്നാലും കേരളത്തിലാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ കോൺവെക്കേഷൻ പോസ്റ്റിന്റെ താഴെ ഒരുപാട് കമന്റ്സ് കണ്ടു. ഞാൻ ആ കമന്റ്സ് ഒക്കെ പേഴ്സണലി വായിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. ഇപ്പൊ നിതാ സുജിൻ എന്ന വ്യക്തി ഈ ഒരു മോണ്ടിസോറി TTC എന്നൊരു കോഴ്സ് പഠിച്ചത് കൊണ്ടോ അതിനെ തുടർന്നുണ്ടായ കോൺവെക്കേഷൻ എന്ന സാധനത്തിന്റെ ഫോട്ടോ ഇട്ടതുകൊണ്ടോ ഒന്നും ആർക്കും ഒരു പരാതിയില്ല. അവളുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം ID ആണ്, അവൾക്ക് എന്തും പോസ്റ്റ് ചെയ്യാം. പക്ഷേ അതിന് താഴെ വരുന്ന കമന്റ്സ് ഞാൻ ഒരുപാട് വായിച്ചു. അതിലൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഈ കോഴ്സ് അപ്രൂവ്ഡ് ആണോ? ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്രൂവ്ഡ് അല്ല, BSSന്റെ കോഴ്സാണ്. ഭാരത് സേവക് സമാജ് എന്നുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരു കോഴ്സ്. അപ്രൂവ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ്സ് ഇടുന്ന കണ്ടു. എന്നാൽ അപ്പോഴെങ്കിലും നിതാ സുജിൻ മനസ്സിലാക്കണം, ഇത് അപ്രൂവ്ഡ് അല്ല. ഞാൻ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അത്. പക്ഷേ ഈ നിതാ സുജിൻ എന്ന വ്യക്തി അത് ചെയ്തേക്കുന്നത് ഇത് അപ്രൂവ്ഡ് ആണ്. ഇപ്പോൾ ഗൾഫിലടക്കം, അതായത് എബ്രോഡ് അടക്കമുള്ള സ്ഥലത്ത് ഇത് വാലിഡ് ആണ്. അവരുടെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വാല്യൂഡ് ആണ് ഈ സർട്ടിഫിക്കറ്റ് എന്നാണ് പുള്ളിക്കാരി അതിനകത്ത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ എബ്രോഡ് പോലുള്ള സ്ഥലത്ത് മിനിമം PG ലെവലെങ്കിലും വേണം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. 99% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അബ്രോഡ് അങ്ങനെയാണ്. മിനിമം PG ലെവലെങ്കിലും വേണം. അല്ലാതെ ഈ BSSന്റെ പോലുള്ള സർട്ടിഫിക്കറ്റ്, അതായത് TTC പോലുള്ള സാധനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുപോലെ ഡേ കെയർ നടത്താൻ പറ്റുമായിരിക്കും. അല്ലാതെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് അബ്രോഡിൽ ജോലി ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ നാട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മലയാളികളാണ് എല്ലാവർക്കും അറിയാൻ പറ്റും. തുച്ഛമായ ശമ്പളത്തിന് ഇപ്പോൾ ഒരു കട നടത്തിക്കുന്ന ഒരു മുതലാളിയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു മുതലാളിയാണെങ്കിൽ അവർക്ക് ഏറ്റവും തുച്ഛമായ ശമ്പളത്തിന് ആരെ കിട്ടുമോ അവരവിടെ തൊഴിലാളിയായിട്ട് ആ ആൾക്കാരെ നിയമിക്കുള്ളൂ. അപ്പോൾ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ 5000-നോ 6000-നോ ചെറിയ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ ഒരു 3-4 വർഷം ശേഷം, ഒരു 3-4 വർഷത്തിന് മുന്നേ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അതും പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തിനാണ് നിതാ സുജിൻ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന ഇത്രയും കുട്ടികൾക്ക് ഇത് ജോലി കിട്ടി, അവിടെ പ്ലേസ്മെന്റ് കിട്ടി, ഇവിടെ പ്ലേസ്മെന്റ് കിട്ടി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അതിനകത്തൊരു മാഡം വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ മോണ്ടിസോറി TTC പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും പ്ലേസ്മെന്റ് ആയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എവിടെയാണ് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ളത് ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ മാഡം കണ്ട വഴി ഓടിപ്പോവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. നിങ്ങൾ ആ കോഴ്സ് പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ പോസ്റ്റ് ഇട്ടതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷേ അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. വാല്യൂഡ് ആണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാതിരിക്കുക, ദൈവത്തെ ഓർത്ത്. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഇപ്പം നിതേനെ പോലുള്ള ആൾക്കാർക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ജോലി ഇല്ലെങ്കിലും ജോലിക്ക് പോയാലും അവർക്ക് എക്സ്ട്രാ വരുമാനം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അല്ലാതെ കുറേ മോഡലിങ്ങും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിനകത്ത് എക്സ്ട്രാ ഒരു വരുമാനം കിട്ടുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് ജീവിച്ച് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ സാധാരണക്കാരെ കുട്ടികൾ അങ്ങനെയല്ല. അവർ +2 കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ഭാവി കണ്ടിട്ടായിരിക്കും നിതാ സുജിൻ ചെയ്തു, ഇൻഫ്ലുവൻസർ ചെയ്തു, അപ്പം ഞങ്ങൾക്കും അതുപോലെയൊക്കെ ആകാം, ഞങ്ങൾക്കും ഇതുപോലെയൊക്കെ പഠിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും
അബ്രോഡ് അടക്കം പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടാവും ഈ കോഴ്സും കഴിഞ്ഞിട്ട്. അപ്പോൾ ദയവേത് മക്കളെ ആരും പോകരുത്. ഒരു വാല്യൂ ഇല്ലാത്തൊരു സർട്ടിഫിക്കറ്റാണ് BSS. BSS മാത്രമല്ല, അതുപോലെ സ്റ്റഡ് കൗൺസിൽ, ആ കൗൺസിൽ, ഈ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളർ സർട്ടിഫിക്കറ്റുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിലുള്ള പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു കോഴ്സുകളും തിരഞ്ഞെടുക്കാതിരിക്കുക. ഈവൻ ഈ ഒരു TTC അടക്കം ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ളതാണ് നാട്ടിലത്തെ അവസ്ഥ. അത് കിട്ടിയാൽ തന്നെ 5000 6000 അത് വെച്ച് നിങ്ങൾക്ക് ഒരു കുടുംബം വളർത്താൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നമ്മുടെ ഈ കോൺവക്കേഷൻ ഡ്രസ്സ് എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞ വ്യക്തികൾക്ക്, അതായത് 3-4 വർഷത്തെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് ഗ്രാജുവേഷൻ സെറിമണി അഥവാ കോൺവക്കേഷൻ സെറിമണിക്ക് യൂസ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ വാല്യൂഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് മറ്റേ ക്യാപ്പും ആ ഒരു കറുത്ത കോട്ടൊക്കെയുള്ള ഡ്രസ്സ്. അത് ഇപ്പോഴത്തെ കാലത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചെറിയ 6 മാസത്തെ കോഴ്സ്, 1 വർഷത്തെ കോഴ്സ്, 2 മാസത്തെ കോഴ്സ് എന്നിങ്ങനെ എല്ലാ കോഴ്സുകൾക്കും ഈ ഒരു സാധനം ആ സ്ഥാപനം നടത്തുന്നവർ അടിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ, ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ? പക്ഷെ അത് വാല്യൂഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഒരു മൂല്യമുണ്ട് ആ ഡ്രസ്സിന്, ഒരു വിലയുണ്ട്. അത് ദൈവത്തെ ഓർത്ത് നിങ്ങളെ പോലുള്ള സ്ഥാപനങ്ങൾ നശിപ്പിക്കരുത് ആ ഡ്രസ്സിന്റെ മഹത്വം. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ നിദാസുജിനെ പേഴ്സണലായിട്ട് ഇൻസൾട്ട് ചെയ്തതോ ഹരാസ് ചെയ്തതോ ഒന്നുമല്ല. ദയവേത് അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല. ഈവൻ അബ്രോഡിലടക്കം നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു അബ്രോഡിൽ വാല്യൂ ഉണ്ട്, നാട്ടിലും വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ദയവേത് അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. BSSന്റെ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല. അതുപോലെ തന്നെ വേറൊരു കൗൺസിലാണ് സ്റ്റഡ് കൗൺസിൽ. ഇങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റുകൾക്കും ഒരു വാല്യൂ ഇല്ല. ഈവൻ PSC പോലും എഴുതാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.